ഹലോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമുക്കിന്നൊരു ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. അപ്പോൾ ഞാനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമുണ്ട്. സോ അതിൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാണ്. സോ ഞാൻ ഈ കുർത്തി സെറ്റാണ് ഇവിടെ ഇടുന്നത്, ഈ പർപ്പിൾ കളർ കുർത്തി സെറ്റ്. അപ്പോൾ നമുക്കിതിട്ട് റെഡി ആവാം. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഓക്കെ, ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്യാം ഫസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെറുതായിട്ടൊന്ന് ട്രഡീഷണലായിട്ട് കുറച്ച് നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സോ നമുക്ക് മേക്കപ്പിലേക്ക് പോവാം. സോ ആദ്യം തന്നെ ഞാനൊരു സ്കിൻ കെയർ ആണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു ടോണർ എടുത്തിട്ട് ജസ്റ്റ് ഫേസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒന്ന് ടോണർ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് അങ്ങനെ ഞാൻ ജസ്റ്റ് ഫേസിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു. സോ ഞാൻ അടുത്ത സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ടിൻറ്റഡ് ലിപ് ബാം ആണ്. സോ അതാണ് ഒരു കളർ. അപ്പോൾ ഞാൻ അടുത്തതൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സൺസ്ക്രീൻ ഇടുന്നില്ല, ഡയറക്റ്റ് മേക്കപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസറൊക്കെ നല്ലപോലെ തേച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇടാൻ പോകുന്ന ഫൗണ്ടേഷനാണ്. സോ എൻ്റെ നോർമൽ ഫൗണ്ടേഷനാണ്. സോ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏതൊരു ഫൗണ്ടേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ ഞാനൊരു കുറച്ച് ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഫേസിലൊന്ന് ഫൗണ്ടേഷൻ തേച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴുത്തിലൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് ഡിസ്കളർ ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഒരു കോമ്പാക്റ്റാണ് ഇടാൻ പോകുന്നത്. സോ അടുത്ത് ഞാൻ ഈ കോമ്പാക്റ്റാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഫേസസ് കാനഡയുടെ കോമ്പാക്റ്റാണ്. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊരു കോമ്പാക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്ലഷാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സ്റ്റുഡിയോയുടെ ചീക്ക് ടിൻറ്റും ഉണ്ട്, മെക്കഫേൻ്റെ ഇതും ഉണ്ട്. സോ ഏതാ ഇടേണ്ടതെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. അതിൻ്റെ ബ്ലഷ് ഇട്ട് കൊടുക്കാം നമുക്ക്. അങ്ങനെ ഞാനിവിടെ ലൈറ്റായിട്ട് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചോപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അപ്പോൾ ഇതാണ് സ്വിസ് ബ്യൂട്ടിയുടെ നമ്മളുടെ ഐ ഷാഡോ പാലറ്റ്. ചെറിയൊരു പാലറ്റാണ്, അല്ലെങ്കിൽ വേറെ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇത് ഇടാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് നല്ലൊരു കളർ നോക്കിയിട്ട് നമുക്ക് ഐ ഷാഡോ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ വളരെ ലൈറ്റായിട്ട് ഞാനൊരു ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇടാൻ പോകുന്ന സ്ട്രോക്ക് ക്രീമാണ്. സോ ഇത് കറക്റ്റ് സ്റ്റെപ്പായിട്ടൊന്നും അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, എനിക്കറിയാവുന്ന എനിക്ക് തോന്നിയ സ്റ്റെപ്പ് വെച്ചിട്ടാണ്. സോ നമുക്ക് നമ്മളുടെ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാനൊരു സ്ട്രോക്ക് ക്രീം ഇട്ട് കൊടുക്കും. അപ്പം ചെറിയൊരു ഗ്ലോ വരും. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് സ്ട്രോക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുത്തു. ചെറിയൊരു ഗ്ലോ ഒക്കെ വന്നു. ഇനി ഞാൻ കണ്ണെഴുതിയിട്ട് ഐലൈനറും കൂടെ വരച്ച് കൊടുക്കും. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ലാക്മിയുടെ ഐലൈനറാണ്. സോ ഞാനിതൊന്ന് എഴുതാം. അപ്പം ഞാൻ നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി കൊടുത്താണ് ഇപ്പോൾ എന്നെ ഏതോ ഭരതനാട്യം ഡാൻസിന് മേക്കപ്പ് ഇട്ട് പോലെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും. നമുക്ക് ഒരു പൊട്ടിട്ടിട്ട് നല്ലൊരു കമ്മലും ഇടാം. സോ ഞാൻ ഈ ഒരു പൊട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്മലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ഒരുപാട് മാലയൊന്നും ഇടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വലുതായിട്ട് കമ്മലിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കമ്മലിടാം. ഇപ്പം കണ്ടില്ലേ, ഞാൻ ഈ കമ്മലാണ് ഇട്ട് കൊടുത്തത്. നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ വേസിനോടൊക്കെ പോകുന്ന രീതിയിലുള്ളൊരു കമ്മലാണ്. അപ്പോൾ ഇനി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അങ്ങനത്തെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ടു. നല്ല രസമല്ലേ, ഒരു എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു നല്ലൊരു ഡ്രസ്സാണ്, ഒരു പർപ്പിൾ കളറിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പൊട്ട് മാറ്റിയിട്ട് ഈ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. ഇനി ഞാൻ മുടി കെട്ടിയിട്ട് വരാം. മുടിയും കൂടെ കെട്ടി ലിപ്സ്റ്റിക്കും കൂടി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു കയ്യിൽ ജസ്റ്റ് ഈ വളകൾ ഇട്ട് കൊടുക്കാമെന്ന്. അപ്പോൾ ഈ കയ്യിൽ ഞാൻ ഈ വളകൾ ഇട്ട് കൊടുത്തു. ഞാൻ കുറേ നാളായി കയ്യിൽ വളയൊക്കെ ഇട്ടിട്ട്. സോ ഇനി ഞാൻ നല്ലൊരു ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കും ഇട്ടു. ഇനി ഈ ഒരു കയ്യിൽ ഞാൻ ഈ ഒരു വാച്ച് ഇട്ട് കൊടുക്കും. ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, ഈ കയ്യിൽ വാച്ച് ഇട്ട് കൊടുത്തു, ഈ കയ്യിൽ കുറച്ച് വള ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക്
ഈ ദുപ്പട്ട ഇടാം. സോ ദുപ്പട്ട ഞാൻ എപ്പോഴും വൺ സൈഡിലാണ് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഞാൻ റെഡിയായി ഉണങ്ങി. ഒരു കാര്യം ഞാൻ മറന്നുപോയി, അതും കൂടി ഇട്ടിട്ട് വരാം. അപ്പം ഞാൻ കുങ്കുമൊക്കെ ഇട്ടു. എന്നിട്ട് ഞാനൊരു മേക്കപ്പ് ഫിക്സർ അടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നമ്മൾ ചെയ്ത മേക്കപ്പ് കുറച്ച് നേരം കൂടെ ലാസ്റ്റ് ടൈം അങ്ങനെ ഞാനൊരു മേക്കപ്പ് ഫിക്സറും കൂടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫൈനൽ ലുക്ക് അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സ്പർശ.